കാലഘട്ടത്തിലെ കുട്ടികളിൽ അനുഭവങ്ങൾ വളരെ കുറവായതിനാൽ കുട്ടികളിൽ പഠനം യാന്ത്രികമായി അനുഭവപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇന്ന് കൂടി വരുന്നതായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ VGS LP സ്കൂൾ മാനന്തേരി മണ്ണന്തറയിലെ മുഴുവൻ കുട്ടികൾക്കും പറ്റാവുന്ന തരത്തിൽ അനുഭവമൊരുക്കി അതിലൂടെ പഠനം രസകരമായും വേഗത്തിലും കുട്ടികളിൽ എത്തിക്കാൻ പല പരിപാടികളും ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രധാന ലക്ഷ്യം നേരനുഭവത്തിലൂടെയുള്ള പഠനം. പ്രകൃതിയെ അറിയുക, അത് സംരക്ഷിക്കുക. പ്രകൃതി നശീകരണത്തിൽ മനുഷ്യരുടെ ഇടപെടൽ, പഠനത്തിൽ താൽപ്പര്യമുണ്ടാക്കൽ, ഓരോ കുട്ടിയുടെയും സാധ്യതക്കനുസരിച്ചുള്ള കണ്ടെത്തൽ, അത് വിവിധ വ്യവഹാര രൂപത്തിലേക്ക് മാറ്റിയെഴുതൽ തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളിൽ എത്തിക്കുക എന്നതാണ്. കുട്ടികൾ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. വെള്ളം, ലഘുഭക്ഷണം, നോട്ട് പുസ്തകം, പേന എന്നിവ ഒരു ബാഗിലാക്കി യാത്ര തിരിച്ചു. ആദ്യമായി പോയത് പണ്ട് കാലത്ത് വന്യജീവികളിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്ന ഏറുമാടത്തിൻ്റെ മാതൃക കാണാനാണ്. വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കുട്ടികളിൽ അതിൽ കയറിയപ്പോൾ ഉണ്ടായത്. തുടർന്ന് ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന റിക്ഷാ സൈക്കിൾ മാതൃക കണ്ട് അതിൽ കയറി. അതും കുട്ടികളെ വല്ലാതെ ആകർഷിച്ചു. ശേഷം കാട്ടിലേക്കുള്ള യാത്രയായിരുന്നു. കുന്നുകളുണ്ടോ, പാമ്പുകൾ ഉണ്ടാകുമോ എന്നൊക്കെ പല സംശയങ്ങളും യാത്രാമധ്യേ കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ മനസ്സുകൾ ആകെ അസന്തുലിതാവസ്ഥയിലായിരുന്നു.
കുന്നിൻ്റെ താഴ്വാരത്തിൽ തന്നെ കുന്നുകളിൽ താഴ്ന്നിറങ്ങുന്ന ജലം ഉറവയായി 2 പാറകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്നതാണ് അവർ കണ്ടത്. എങ്ങനെ വരുന്നു എന്നുള്ളത് അവർക്ക് അറിയണമായിരുന്നു. ടീച്ചർ വിശദീകരിച്ചപ്പോഴാണ് അവർക്ക് ഇതൊരു മാജിക്കല്ല എന്ന് മനസ്സിലായത്. അതിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു കുളം ഒരുക്കിയിട്ടുണ്ട്. താഴെയുള്ള എല്ലാ വീട്ടുകാർക്കും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ശുദ്ധജലം പൈപ്പ് വഴി ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. തുടർന്ന് കുന്നുകൾ കയറി ക്ഷീണിച്ചതിനാൽ ലഘുഭക്ഷണവും വെള്ളവും എല്ലാവരും കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. നല്ല തണുത്ത അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ പതിക്കുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു. യാത്രയിൽ അല്പം വിശ്രമം എന്ന രീതിയിൽ ഇരുന്ന് കുട്ടികൾ ഓരോരുത്തരുടെയും കഴിവുകൾ നോട്ട് പുസ്തകത്തിൽ കുറിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇതുവരെ അനുഭവപ്പെട്ടതിൻ്റെ നേരെ വിപരീതമാണ് കുട്ടികൾക്ക് അവിടെ അനുഭവപ്പെടാൻ കഴിഞ്ഞത്. അവിടെ മരങ്ങളൊക്കെ മുറിച്ച് എല്ലാം ചെങ്കൽപ്പണകളായി മാറിയിരുന്നു. മാഷെ ചൂടെടുക്കുന്നു, എല്ലാം മരുഭൂമി പോലെയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചെറിയ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. എവിടെയും മരങ്ങളില്ല. വെയിലുള്ളതിനാൽ കുട ചൂടിയാണ് പിന്നീട് മക്കൾ നടന്നത്. ചെങ്കൽ മുറിക്കുന്നതും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും അവർ നേരിട്ട് കണ്ടു.
അവിടെയെല്ലാം കണ്ടതിനു ശേഷം ക്ഷീണിച്ച മക്കൾ തിരിച്ച് പഴയ കാട് തേടിയെത്തി അവിടെ ഇരുന്നു. അവർ അതുവരെ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ കുട്ടികൾ ഓരോരുത്തരും വ്യത്യസ്ത വ്യവഹാര രൂപങ്ങളായി നോട്ടുപുസ്തകത്തിൽ പതിപ്പിച്ചു. ആരും തന്നെ മാറി നിൽക്കാതെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പച്ചപ്പുള്ള നാട്, കുളമുള്ള നാട്, മലകളുള്ള നാട്, എൻ്റെ സ്വന്തം നാട്. നല്ല മനോഹരമായ കാട്, കുറെ നടന്നാൽ ഒരു മനോഹരമായ കുളം. നല്ല രസമുണ്ടായിരുന്നു. ആ കുളത്തിന്റെ ഇടതുഭാഗത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ. മരങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല ഇരുട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് നല്ല വെളിച്ചം വന്നു. കുളം കണ്ടു. കാറ്റടിച്ചപ്പോൾ മഴത്തുള്ളികൾ വീണു. വെള്ളം വരുന്ന പാറകളെയും പൂമ്പാറ്റകളെയും ചെടികളെയും കണ്ടു. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. മാഷ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വെള്ളം വരുന്ന ഉറവയെ കണ്ടു. ഇത് മനോഹരമായ കാട്. ഉറവ പൊട്ടി വെള്ളം വന്നു. നല്ല പൂമ്പാറ്റകളും ചെടികളും കിളികളും കണ്ടു. നല്ല വെയിലായിരുന്നു. എല്ലാവരും മരത്തിൽ കയറിയിരുന്നു. വെള്ളാംതുള്ളി എടുത്ത് കണ്ണിലാക്കി. വരൂ, പരിസ്ഥിതി കാണാൻ പോകാം. പച്ചപ്പുള്ള സ്ഥലവും മരുഭൂമി പോലുള്ള സ്ഥലവും. വരൂ, നമുക്ക് കാണാം, ഒന്നിച്ചു നമുക്ക് കാണാം. കൂടെയുള്ള ടീച്ചേഴ്സിനും ക്ലാസ് അന്തരീക്ഷത്തിന് പുറത്ത് കുട്ടികളിൽ ആഴത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ചാരിതാർത്ഥ്യത്തിൽ തിരിച്ച് സ്കൂളിലേക്ക് യാത്രയായി.
പ്രകൃതി ഒരു വരമാണ്. നൂതന വിദ്യാഭ്യാസ ചിന്തകൾ പ്രകൃതിയിലൂടെ ആവട്ടെ.